The Strong Breed by Wale Soyinka. Wale Soyinka is a Nigerian playwright, poet, author, teacher, and political activist who became the first African to receive the Nobel Prize for Literature. Ortola, he is the first African to receive the Nobel Prize for Literature, and he dedicated his Nobel acceptance speech to Nelson Mandela. അതും ഓർത്തു വെച്ചോളാം. Soyinka was born on July 13, 1934 in Abeokuta, Nigeria. His father was a priest in the Anglican Church and principal of a school. His mother owned a store and was active within the women's liberation movement. Soyinka's family belongs to the Yoruba people, whose culture has influenced his works. Yoruba people is an ethnic group that inhabits southwestern Nigeria. അച്ചബയുടെ വർക്സിൽ ഇഗ്ബോ കൾച്ചർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ സോയിങ്കയുടെ വർക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യുരൂബ കൾച്ചറിൻ്റെ ട്രഡീഷൻസിൻ്റെ പ്രസൻസ് ആണ്, റിച്ച്നെസ് ആണ്. As a child, he lived in an Anglican mission compound, learning the Christian teachings of his parents as well as the Yoruba spiritualism and tribal customs of his grandfather. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയിരുന്നെങ്കിൽ കൂടിയും ഗ്രാൻഡ് ഫാദർ വഴി നേറ്റീവ് റിലീജിയനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ സോയിങ്കയ്ക്ക് കഴിഞ്ഞിരുന്നു. After studying in Nigeria and the UK, he worked at a theatre in London. His pointed criticism of Nigerian political regimes has contributed to his living mostly abroad, primarily in the US, where he has held professorships at several universities. During the civil war in Nigeria, Soyinka was held as a political prisoner for 22 months. എല്ലാ കാലങ്ങളിലും സോയിങ്ക ഗവൺമെൻറ്റ്സിനെ വിമർശിക്കാറുണ്ടായിരുന്നു. ഒരു ആർട്ടിക്കിൾ എഴുതിയത് വിവാദമാവുകയും ബയാഫ്ര റെബൽസിനോട് ഗൂഢാലോചന നടത്തി, കോൺസ്പിറസി എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് എന്നെല്ലാം ആരോപിച്ച് ഗവൺമെൻറ് അദ്ദേഹത്തെ ജയിലിലടച്ചു. ഏകദേശം 2 വർഷത്തോളം അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. Soyinka is best known as a playwright. His works also include poetry, novels, and essays. Wale Soyinka writes in English, but his works are rooted in his native Nigeria and the Yoruba culture, with his legends, tales, and traditions. His writing also includes influences from Western traditions, from classical tragedies to modernist drama. J.M. സിംഗിൻ്റെ വർക്ക്സ് എല്ലാം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഡ്രാമാസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡ്രാമാസിൻ്റെ ലിസ്റ്റാണ് ഇത്. നിങ്ങളിതിലൊരു 3-4 പഠിച്ചു വെച്ചോളാം, നമുക്ക് ബയോഗ്രഫി എഴുതുമ്പോൾ എഴുതാനായിട്ട്. ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ്. ഹിസ് മോസ്റ്റ് ഫേമസ് പോയട്രി കളക്ഷൻ ഈസ് ടെലിഫോൺ കോൺവെർസേഷൻ. ഹി ഹാസ് റിട്ടൺ 2 നോവൽസ് ഓൾസോ, ദ ഇൻ്റർപ്രറ്റേഴ്സ് ആൻഡ് സീസൺ ഓഫ് നോമി. നമുക്കിനി സ്ട്രോങ് ബ്രീഡ് എന്നുള്ള ഡ്രാമയിലേക്ക് വരാം. The Strong Breed is a tragedy based on the tradition of Egungun, a Yoruba festival tradition in Nigeria in which a scapegoat of the village carries out the evil of the community and is exiled from the civilization. A man, considered to be the carrier of all the evils of the village for the past 1 year, is tortured to death and hanged at midnight, heralding the new year, thus warding off all the evils for the future. ധാരാളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉള്ളൊരു വിഭാഗമാണ് യോരൂബ. എഗങ്കൻ എന്ന് വെച്ചാൽ നമ്മുടെ തെയ്യം അല്ലെങ്കിൽ വെളിച്ചപ്പാട് തുള്ളൽ, ഇതുമായിട്ടൊക്കെ സാദൃശ്യമുള്ള ഒരു അനുഷ്ഠാനമാണ്, അനുഷ്ഠാന കലയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരുടെ ആൻസസ്റ്റേഴ്സിനെയാണ് ഇവർ ദൈവങ്ങളായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുന്നത്. ഈ എഗൻകൻ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി എ മാസ്ഡ് ഫിഗർ. വലിയ തടിയിൽ കുത്തിയ മുഖംമൂടിയും ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ്യൂംസും എല്ലാം ധരിച്ച് എഗൻകൻ ഡാൻസേഴ്സ് വരും. സാധാരണ മനുഷ്യരാണ്, ഈ തെയ്യമാടുന്ന ആൾക്കാരെ പോലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരിലേക്ക് ഈ ആൻസെസ്ട്രൽ സ്പിരിറ്റ്സ് പ്രവേശിക്കും. പിന്നെ തുള്ളൽ പോലെയാണ്, നമ്മൾ ഈ സാധാ തെയ്യമാടും പോലെയല്ല. ഈ മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു അനുഷ്ഠാനത്തിന് യോരൂബ പീപ്പിൾ കാണുന്നത്. അവരുടെ എല്ലാ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസിനും എഗൻകൻ നിർബന്ധമാണ്.
അപ്പോൾ ഈ പ്ലേയിൽ നമ്മൾ ആക്ച്വലി കാണുന്നത് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. ദുരാചാരം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ശരി. ഫോർട്ട് കൊച്ചിയിലും മലയാറ്റൂർ അടിവാരത്തിലൊക്കെ സാന്റ കത്തിച്ച് നമ്മൾ ന്യൂ ഇയർ വരവേൽക്കും പോലെ യൊരൂബ പീപ്പിൾ പോയ വർഷത്തെ പാപങ്ങളെല്ലാം നശിക്കാൻ ഒരു മനുഷ്യനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. ഹീസ് കോൾഡ് ആസ് എ കരിയർ. ആ സ്കേപ്പ് ഗോട്ടിനെ ഇവർ വിളിക്കുന്ന പേരാണ് കരിയർ. അപ്പോൾ ഈ ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഡ്രാമ ദ സ്ട്രോങ് ബ്രീഡ്. The Strong Breed is the self-sacrificial story of a person called Iman who lives in a strange village and has to sacrifice his life in order to save the village. The play is set in an unnamed Yoruba village. Iman is our protagonist. He is a teacher and a healer. He is from another village and doesn't know much about the customs of this Yoruba village where our play is set. Another important character. Sunma is Iman's friend. She works at Iman's clinic. She loves Iman, but he doesn't seem to have any such desire towards her. Ifada is a mentally retarded boy. He is 14 or 15 years old. He is an orphan and he is also an outsider like our Iman. A girl, unnamed character. She is very peculiar, weird. She belongs to some outcast community. She is an outcast. Jaguna is Sunma's father. He is a village leader. Oroge is Jaguna's friend and another community leader. He is an ardent proponent of the native religion. എളുപ്പത്തിന് വേണ്ടി I have divided the play into some 15 sections. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. This is just a brief summary. You must read the entire play. Section 1, the clinic. ഇമാൻ്റെ ക്ലിനിക്കാണ് സെറ്റിംഗ്. ഇറ്റ്സ് ആക്ച്വലി എ മഡ് ഹൗസ്. ഇമാൻ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഈ ഒരു മഡ് ഹൗസാണ് നമ്മുടെ പ്ലേയിലെ പ്രൈമറി സെറ്റിംഗ് എന്ന് പറയുന്നത്. വെൻ ദ പ്ലേ ഓപ്പൺസ് വി ഫൈൻഡ് സുൻമ ആസ്കിങ് ഇമാൻ വെദർ ദേ ആർ ഗോയിങ് ഔട്ട് ടു അനദർ പ്ലേസ് ഫോർ വാച്ചിങ് ദ ന്യൂ ഇയർ സെലിബ്രേഷൻസ്. അപ്പോൾ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് ന്യൂ ഇയേഴ്സ് ഈവ്. ഷീ സേസ് ദ ലോറി ലീവ്സ് ഷോർട്ട്ലി. ലോറി ഇപ്പോൾ എടുക്കും, എന്തെങ്കിലും ഒരു തീരുമാനം പറയൂ. ഇമാൻ, ആർ വി ഗോയിങ് ഓർ ആർ ഇൻ വി? കുറച്ച് ഇംപേഷ്യൻ്റ് ആയിട്ടാണ് സിനിമ പെരുമാറുന്നത്. ഇമാനോട് ചോദിക്കുകയാണ്, നമ്മൾ പോകുന്നില്ലേ ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാനായിട്ട്? മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നില്ലേ? ആ സമയം തന്നെ അവിടേക്ക് ഇഫാഡ വരുന്നു. ഇഫാഡ വരുന്നത് നമ്മുടെ ഇമാൻ കാണുന്നില്ല, സിനിമയും കാണുന്നില്ല. ഇമാൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഇഫാഡ ഓരോന്ന് നിഷ്കളങ്കമായിട്ട് ചെയ്യുകയാണ്. ഒടുവിൽ ഇമാൻ ഇഫാഡയെ കാണുന്നു. ഇമാൻ വളരെ സ്നേഹത്തോടെ ഇഫാഡയോട് പെരുമാറുകയാണ്. സുൻമയും ഇഫാഡ വരുന്നത് കാണുന്നു. ബട്ട് ഹർ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഇമാൻ. സുൻമയ്ക്ക് ഷി വോണ്ട്സ് ഇഫാഡ ടു ലീവ് ദ ക്ലിനിക്. ഇഫാഡയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ് നമ്മുടെ സുൻമ. ഷി കോൾസ് ഹിം ഹോറിബിൾ ഇൻസെക്റ്റ്. ഭയങ്കരമായിട്ടും ഇഫാഡയോട് കയർക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഓർക്ക, ഇഫാഡ മെൻ്റലി റിട്ടാർഡഡ് ആണ്, വളരെ പാവമാണ്, ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട്, സുൻമയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് ഇമാൻ, ഹീസ് ആക്ച്വലി ബെവിൽറ്റേർഡ് അറ്റ് ഹർ ബിഹേവിയർ. ഇമാൻ ചോദിക്കുന്നു, നിനക്കിത് എന്ത് പറ്റി സുൻമ? ഇറ്റ്സ് അവർ ഇഫാഡ. വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? ഹീസ് സച്ച് എ പോർ ബോയ്. പക്ഷേ സുൻമയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല, മുൻപത്തെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഇഫാഡയെ വീണ്ടും ദേഷ്യത്തോടെ ആട്ടി പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് സുൻമ. ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. വോയിസ് ഓഫ് ഹിസ് ഏജ് ആർ ഏണിങ്. ഇവൻ മാത്രം ഒരു പണിയും ചെയ്യാതെ വെറുതെ നടക്കുകയാണ്. നിങ്ങൾ മുൻപ് അവനൊരു ഫാം തുടങ്ങിക്കൊടുത്തു, അതെന്തായി? അവനത് നോക്കുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ? ഫാമിലെ പണി മുഴുവൻ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? പക്ഷേ ഇമാൻ ഇഫാഡയെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ സുൻമയോട് ചോദിക്കുന്നു,
ഇന്നലെ വരെ നിനക്ക് ഇവനോട് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇറ്റ്സ് ലൈക്ക് യു ആർ ഫൈൻഡിങ് റീസൺസ് ടു ക്രിട്ടിസൈസ് ഹിം. നീ മനഃപൂർവ്വം കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ആർക്കെതിരെ? ഇഫാരയ്ക്കെതിരെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആസ് ഇഫ് യു ആർ ഫോഴ്സിങ് യുവർ സെൽഫ് ടു ഹേറ്റ് ഹിം. വൈ? എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? കാരണം ഇമാന അറിയാം ഇഫാരയോട് സിനിമയ്ക്ക് സ്നേഹം തന്നെയാണ്. ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നത് എന്തോ അഭിനയം പോലെയാണ് ഇമാന് തോന്നുന്നത്. പക്ഷെ സിനിമ പറയുന്നു, ഐ ഹാവ് ഓൾവേസ് ടോളറേറ്റഡ് ഹിം. എനിക്ക് അവനോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഇൻഡീഡ് ട്രൈയിങ് ഹാർഡ് ടു പുട്ട് അപ്പ് വിത്ത് ഹിസ് ഇഡിയോട്ടിക് ബിഹേവിയർ. ബട്ട് ഐ കനോട്ട് എനിമോർ. പെർഹാപ്സ് ഇറ്റ് ഈസ് ദ ന്യൂ ഇയർ. യെസ്, ഇറ്റ് മസ്റ്റ് ബി ദ ന്യൂ ഇയർ. ചിലപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ടാവാം താനിങ്ങനെ പെരുമാറുന്നത്. ഇമാന് സുന്മ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. സുന്മ വീണ്ടും ഇമാനോട് പരിഭവം പറയുന്നു. ഇവൻ ഇഫാര ക്യാൻ റോസ് യു പിറ്റി, ബട്ട് യു ഓൾവേസ് നെഗ്ലക്ട്സ് മീ. ഷീ പ്ലീഡ്സ് ടു ഹിം, ഐ നീഡ് മോർ കൈൻഡ്നെസ് ഫ്രം യു. എന്നോട് കുറച്ചുകൂടി ദയ കാട്ടണം. നമുക്കിന്ന് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാം. സെക്കൻഡ് സെക്ഷൻ. A girl comes dragging an effigy. ക്ലിനിക്കിൻ്റെ മുൻവശമാണ്. ഇഫാരയെ കാണാൻ മുൻപിലായിട്ട്. ഇഫാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. ഒരു എഫിജി വലിച്ചഴിച്ചുകൊണ്ടാണ് പെൺകുട്ടി വരുന്നത്. ഇഫാരയെക്കാട്ടിലും ചെറിയ കുട്ടിയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആക്ച്വലി എഫിജി എന്ന് പറയുന്നത്. നമ്മുടെ പാവ പോലെയുള്ള ഒരു വസ്തുവാണ്. തടി കൊണ്ടെല്ലാമാണ് ഉണ്ടാക്കുന്നത്. ഇവരുടെ പല ആചാരങ്ങളിലും ഇത്തരം എഫിജീസ് ഉപയോഗിക്കാറുണ്ട്. പലതരത്തിലുള്ള എഫിജീസ് ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഈ എഫിജി കൊണ്ട് നടക്കുന്നതും ഇത്തരം ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കിനി പെൺകുട്ടിയിലേക്ക് വരാം. ദ ഗേൾ ഈസ് അൺസ്മൈലിംഗ്. ഷീ പൊസസസ് ഇൻ ഫാക്ട് എ കൈൻഡ് ഓഫ് ഇൻസ്ക്രൂട്ടബിലിറ്റി. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. കാണുമ്പോൾ തന്നെ എന്തോ ഒരു നിഗൂഢത ഉള്ളതുപോലെ. ക്യൂറിഷ് ആയിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ്. എക്സ്പ്രഷൻലെസ് ഫേസ് ആണ്. എഫിജി ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഈ സോംപീസൊക്കെ വരും പോലെയാണ്. കുഞ്ഞാണെങ്കിലും ആ ഒരു സ്വാഭാവിക ഇന്നസെൻസ് ഒന്നും ഈ പെൺകുട്ടിയുടെ അപ്പിയറൻസിൽ പ്രകടമല്ല. പെൺകുട്ടി ക്ലിനിക്കിൻ്റെ മുൻപിലേക്ക് എത്തുന്നു. മുൻപിൽ ഇമാൻ ഉണ്ട്. ഇമാനോട് അന്വേഷിക്കുകയാണ്, ഈസ് ദ ടീച്ചർ ഇൻ? ടീച്ചർ അകത്തുണ്ടോ? ടീച്ചർ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഇമാൻ വെറുതെ തമാശ പറയാണ്. പെൺകുട്ടിക്ക് അറിയില്ല ഇമാനാണ് ടീച്ചറെന്ന്. ഇമാൻ പെൺകുട്ടിയോട് എഫിജിയുടെ കാര്യം തിരക്കുകയാണ്. വൈ ഹാവ് യു ഗോട്ട് ദാറ്റ്? ഇതെന്തിനാണ് കൊണ്ട് നടക്കുന്നത്? പെൺകുട്ടി സംസാരിക്കുന്നു. ഡു യു മീൻ മൈ കരിയർ? ഐ ആം ഓൺവെൽ, യു നോ. മൈ മദർ സേസ് ഇറ്റ് വിൽ ടേക്ക് അവേ മൈ സിക്നസ് വിത്ത് ദ ഓൾഡ് ഇയർ. പെൺകുട്ടിക്ക് എന്തോ ഒരു അസുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ ഈ എഫിജി എന്തിനാണ് കൊണ്ട് നടക്കുന്നതെന്ന്. ഇമാൻ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഷീസ് ആൻ ഔട്ട്കാസ്റ്റ്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമാണ് ഈ കുട്ടി. ഓൾറെഡി സിക്കാണ്. മാത്രമല്ല ഈ പെൺകുട്ടി ഒരു ഔട്ട്കാസ്റ്റ് ആണെന്നും നമുക്ക് മനസ്സിലാവുന്നു. ഡോണ്ട് യു നോ ഐ പ്ലേ അലോങ്. ദ അതർ ചിൽഡ്രൻ വോണ്ട് കം നിയർ മീ. ദയർ മദേഴ്സ് വുഡ് ബീറ്റ് ദം. ഈ ഒരു ഡയലോഗിൽ നിന്നാണ് പെൺകുട്ടി ഔട്ട്കാസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇമാൻ പെൺകുട്ടി എന്തിനാണ് വന്നതെന്ന് തിരക്കാണ്. പെൺകുട്ടി പറയുന്നു, ഷീ വോണ്ട്സ് ക്ലോത്ത്സ് ഫോർ ഹർ കരിയർ. ക്ലോത്തിന് ചുറ്റാനായിട്ട് അല്പം തുണി വേണം. ഇമാൻ ശരി, തൻ്റെ പക്കലുള്ള അല്പം തുണി കൊടുത്തു കളയാമെന്ന് വിചാരിക്കുമ്പോൾ അവിടേക്ക് സുന്മ വരാണ്. സുന്മ പെൺകുട്ടിയെ കാണുന്നു. ഇഫാരയോട് എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെ തന്നെ ഈ പെൺകുട്ടിയോടും ദേഷ്യത്തിൽ സുന്മ പെരുമാറുകയാണ്. ഷീ വോണ്ട്സ് ഇമാൻ നോട്ട് ടു ഗീവ് ദ ക്ലോത്ത്. പെൺകുട്ടിക്ക് ക്ലോത്ത് കൊടുക്കാൻ പാടില്ല എന്ന് സുന്മ വിലക്കുന്നു. സുന്മ പറയാണ് പെൺകുട്ടിയെക്കുറിച്ച്, ഷീസ് ആസ് ഇവിൽ ആസ് ദ റെസ്റ്റ് ഓഫ് ദം. ബാക്കിയുള്ള വില്ലേജസിനെ പോലെ തന്നെ ഇവിളാണെന്ത് ഈ ഒരു പെൺകുട്ടിയും. ഈ ഒരു ഡയലോഗിൽ നമ്മൾ കാണുന്നത് സുന്മ എങ്ങനെയാണ് തൻ്റെ വില്ലേജസിന് അല്ലെങ്കിൽ വില്ലേജിന് കണക്കാക്കുന്നത് എന്നാണ്. സുന്മയ്ക്ക് തൻ്റെ വില്ലേജിനെ കുറിച്ച് ഒട്ടും നല്ല അഭിപ്രായമില്ല. ഇനിയും പലതവണ വില്ലേജിനെയും വില്ലേജിനെ കുറിച്ചും സുന്മ ഇതുപോലെ കുറ്റം പറയുന്നത് നമുക്ക് കാണാനാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷീ ഹേറ്റ്സ് എ വില്ലേജ്.
ആ ഗ്രാമത്തിനോടും അവിടുത്തെ ആൾക്കാരോടും അവിടുത്തെ ആചാരങ്ങളോടും എല്ലാം സുന്മയ്ക്ക് വെറുപ്പാണ് ഉള്ളത്. പക്ഷേ സുന്മ പറയുന്നതൊന്നും വകവെക്കാതെ ഇമാൻ കുട്ടിക്ക് ക്ലോത്ത് കൊടുക്കുകയാണ്. ഇമാൻ നൽകിയ ക്ലോത്ത് ആ കുട്ടി എഫിജിക്ക് ചുറ്റുന്നു. ആൻഡ് ഷീ ഇൻവൈറ്റ്സ് ഇഫാരോ ടു പ്ലേ വിത്ത് ഹർ. തൻ്റെ ഒപ്പം കളിക്കാനായിട്ട് ഇഫാരയും പെൺകുട്ടി ക്ഷണിക്കുകയാണ്. ആൻഡ് ദേ ടുഗദർ ഹാങ് ദ എഫിജി, അല്ലെങ്കിൽ ആ കരിയറിനെ ഒരു മരത്തിൽ കെട്ടി തൂക്കാണ്. ആൻഡ് ദേ പ്ലാൻസ് ടു സെറ്റ് ഫയർ ടു ഇറ്റ്. എഫിജി കത്തിത്തീരുന്നതോടെ ആ കുട്ടിയുടെ അസുഖവും മാറും എന്നാണ് അവരുടെ വിശ്വാസം. ലോറി ഹൂറ്റിംഗ്. പുറത്ത് ലോറിയുടെ ഹോണോടി കേൾക്കുന്നുണ്ട്. ആ വില്ലേജിൽ നിന്ന് പുറത്തേക്കുള്ള അവസാനത്തെ സർവീസാണ് ഈ ഒരു ലോറി. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. As I have told, Sunma wants to go to some other place to watch the New Year. മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ന്യൂ ഇയർ കാണണം എന്നാണ് സുന്മ വാശി പിടിക്കുന്നത്. പോയേ മതിയാവുള്ളൂ എന്ന് സുന്മ വല്ലാതെ വാശി പിടിക്കുകയാണ്. ഇയാളെയും ഇമാനെയും ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. Again, Sunma talks like she hates her village. She says, I wonder if I really sprang from here. I know they are evil and I am not. From the oldest to the smallest child, they are nourished in evil and unwholesomeness in which I have no part. ഈ വില്ലേജിൽ താൻ ഒഴികെയുള്ള എല്ലാവരും മോശപ്പെട്ട ആൾക്കാരാണെന്ന് സുന്മ പറയുന്നു. സുന്മ വീണ്ടും യാചിക്കുകയാണ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. We can go away from here at least for a week. Even a few days would be enough. 2 days. Tonight at least, the last night of the old year. സുന്മ ഭയങ്കരമായിട്ടും യാചിക്കുകയാണ്. ബട്ട് ഇമാൻ ഈസ് നോട്ട് റെഡി. ഇമാന് സുന്മ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ല. ആൻഡ് ഈ ആസ് ടു ഗോ ഹോം. സുന്മ പക്ഷെ നിർത്തുന്നില്ല, വീണ്ടും യാചിക്കുകയാണ്. ടുനൈറ്റ്, ഒൺലി ടുനൈറ്റ്, ഇന്നത്തേക്ക് മാത്രം. വി വിൽ കം ബാക്ക് ടുമോറോ ആസ് ഏർലി ആസ് യു ലൈക്ക്, ബട്ട് ലെറ്റ് us ഗോ away for this one night. ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് മാറി നിൽക്കാം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് സുന്മ പറയുന്നു. ഇത് പറഞ്ഞ് തീരുമ്പോൾ തന്നെ ലോറി പോകുന്ന ശബ്ദവും നമ്മൾ ഒപ്പം കേൾക്കാണ്. ലോറി പോയി കഴിഞ്ഞു. സുന്മ സങ്കടത്തോടെ, വളരെ സങ്കടത്തോടെ മുഖം കുനിക്കാണ്. ഇനി സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി എന്തായാലും പുറത്ത് പോകാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ നിന്നുള്ള ലാസ്റ്റ് വണ്ടിയായിരുന്നു. വല്ലാതെ ദുഃഖിച്ച് സുന്മ ഇരിക്കുകയാണ്. ഇമാൻ സുന്മയുടെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. അദ്ദേഹം എന്നിട്ട് അവരോട് സ്നേഹത്തോടെ പറയാണ്, പ്ലീസ് ഗോ ഹോം. നീ ഇനി എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവുക. സുന്മ വീണ്ടും പറയാണ്, നോ, ഡോണ്ട് സെൻഡ് മീ അവേ. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് യു ക്യാൻ ഡു ഫോർ മീ. ലെറ്റ് മീ സ്റ്റേ ഹിയർ അൻറ്റിൽ ഓൾ ദ നോയ്സ് ഈസ് ഓവർ. ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത്. ഈ ഒരു കാര്യമെങ്കിലും ദയവ് ചെയ്ത് സമ്മതിക്കുക. ഈ കോലാഹലങ്ങളൊക്കെ കഴിയുന്നവരെ, ഈ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിയുന്നവരെ എന്നെ ഇവിടെ ഇരിക്കാനായിട്ടെങ്കിലും അനുവദിക്കണമെന്ന് സുന്മ അപേക്ഷിക്കുന്നു. ഇമാൻ പറയുന്നു, എന്നാൽ ശരി, നീ വീട്ടിലേക്ക് പോകണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us ഗോ ഔട്ട് ടുഗദർ ആൻഡ് വാച്ച് ദ സെലിബ്രേഷൻസ്. നോ, സുന്മ പറയുന്നു, വി ഷുഡ് സ്റ്റേ അറ്റ് ഹോം. യു വിൽ റിഗ്രറ്റ് ഇഫ് യു ഓഫൻ മൈ വേർഡ്സ്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. നമുക്ക് പുറത്ത് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നേ മതിയാവുള്ളൂ എന്ന് സിനിമ പറയുന്നു. സിനിമ വില്ലേജസിൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. എന്തിനാണ് ഇമാനോട് ചോദിക്കുന്നത്, എന്തിനാണ് താൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മോശം ആൾക്കാരാണ്, വളരെ മോശപ്പെട്ട ആൾക്കാരാണ്. ഇവിടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. വില്ലേജേഴ്സ്, they will consider you only as a stranger even if you live here for a lifetime, and it is I who stand between you and contempt. ഞാനാണ് നിങ്ങളെ വില്ലേജസിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെയും അയാൾ അപമാനിക്കപ്പെടാത്തത് താൻ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് സുന്മ പറയുന്നു. ബട്ട് he says, Iman says he is incapable of feeling indebted to her. ഇപ്പം ദേഷ്യത്തോടെ പരിഹാസത്തോടെ സുന്മയുടെ ആ വാദം അയാൾ അവഗണിക്കുകയാണ്. പക്ഷേ he agrees not to go out. പുറത്ത് പോകണ്ടെന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു. ഇഫാദ ഈസ് അബ്ഡക്റ്റഡ്. ക്ലിനിക്കിന് പുറത്താണ്. ഇഫാദ മുറ്റത്ത് നിൽപ്പുണ്ട്. കുറച്ച് മാറി ആ പെൺകുട്ടിയുണ്ട്. Two men emerge from the shadows and a sack is thrown over Ifada's head.
Seeing this, the girl flees and Ephrata is borne away. Ephrata is kidnapped. രണ്ടുപേര് ചേർന്ന് ഇഫാരയെ ചാക്കിൽ പിടിച്ചിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഉള്ളിലുള്ള രണ്ടുപേരും ഇമാനും സുന്മയും ഇത് കാണുന്നില്ല, അറിയുന്നില്ല. ഹാമറിങ് അറ്റ് ദ ഡോർ. ഇമാൻ്റെ ക്ലിനിക്കിനുള്ളിലാണ്. ഇമാനും സുന്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ചെറിയ ഗെയിമും കളിക്കുന്നുണ്ട്. സുന്മ ചോദിക്കുന്നു, വാട്ട് ബോട്ട് യു ഹിയർ ആൻഡ് വാട്ട് മേക്സ് യു സ്റ്റേ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്തുകൊണ്ടാണ് ഒരിടത്തും പോകാതെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്? ബട്ട് ഇമാൻ ഈസ് നോട്ട് റെഡി ടു ടെൽ ഹിസ് സ്റ്റോറി. ഹി ടെൽസ് ഹി വാണ്ട്സ് ടു റിമൈൻ ആസ് എ സ്ട്രേഞ്ചർ. ഇങ്ങനെ ഒരു സ്ട്രേഞ്ചറായിട്ടിരിക്കാനാണ് തനിക്ക് താല്പര്യം. അപ്പോൾ ഇതിനിടയിൽ പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആൻഡ് സം വൺ ബിഗിൻസ് ഹാമറിങ് അറ്റ് ദ ഡോർ. ആരോ വാതിലിൽ ഭയങ്കരമായിട്ടും ഹാമർ ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇഫാര. ഇഫാരയെ അകത്തേക്ക് കയറ്റരുതെന്ന് പറ്റുന്ന രീതിയിൽ സുന്മ പറയുന്നുണ്ട്. പക്ഷേ അത് വകവെക്കാതെ ഇഫാരയെ ഇമാൻ അകത്തേക്ക് കയറ്റുകയാണ്. He pushes her off and unbolts the door. Ifara rushes in, claps Iman around the knees, dumb moaning against his legs. നമ്മൾ നേരത്തെ കണ്ടു ഇഫാരയെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ്. അപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്നേക്കാണ് ഇഫാഡ. തനിക്ക് പോകാനായിട്ട് മറ്റൊരു ഇടമില്ല. അതുകൊണ്ട് ഇമാൻ്റെ അടുത്തേക്ക് തന്നെ ഇഫാഡ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സുന്മ ഭയങ്കരമായിട്ടും വയലൻ്റ് ആവാണ്. ഷീ കഴ്സസ് ഇഫാര. എന്തിനാണ് നീ ഇവിടെ തന്നെ വന്ന് കയറിയത്? ആ ഒരു മെൻറ്റാലിറ്റിയിൽ സുന്മ സംസാരിക്കുകയാണ്. അവനെ ഇറക്കി വിടാൻ പറയുന്നു. ഇഫാരയെ ഇറക്കി വിടാൻ സുന്മ പറയുന്നു. പക്ഷേ ആസ് യൂഷ്വൽ ഇമാൻ എന്താണ് സുന്മ പറയുന്നത് കേൾക്കുന്നില്ല. പുറത്ത് വീണ്ടും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ആരൊക്കെയോ വരുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇഫാരയെ തേടി വരുന്നവരാണ്. സുന്മ ഭയന്ന് വിറയ്ക്കാണ്. ഇഫാരയ്ക്കും നല്ല പേടിയുണ്ട്. പക്ഷേ ഇമാൻ കാമായിട്ട് നിൽക്കുന്നു. ആൻഡ് ഹി ഹൈഡ്സ് ഇഫാര ഇൻ ദ ഇന്നർ റൂം. ഇഫാരയെ ഒളിപ്പിക്കുകയാണ്. ആരൊക്കെയാണ് ഇഫാരയെ പിടിക്കാൻ വന്ന് നോക്കാം. ജഗൂന, ഒരോഗെ ആൻഡ് 3 men. ജഗൂന ഈസ് സുന്മാസ് ഫാദർ. അവർ ഇഫാരയെ തിരക്കുന്നു. ഇവിടെ ഇല്ല എന്ന് ഇമാൻ പറയുന്നു. നുണയാണെന്ന് അവർക്ക് മനസ്സിലായി. സുന്മ ഇടപെടുന്നു. സുന്മയും ജഗൂനയും തമ്മിൽ സംസാരമായി. ജഗൂന സുന്മയോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ആൻഡ് സുന്മ ഈസ് സെൻഡ് ഹോം വിത്ത് വൺ ഓഫ് ദ men. ഇമാൻ ഇഫാഡയെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. തിരികെ അവരും ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തുന്നു. ഡോണ്ട് ഫോഴ്സ് അസ് ടു ബേൺ ദ ഹൗസ്. കരിയറിനെ ഒളിപ്പിച്ചാൽ വീടിന് തീ വെക്കണം എന്നാണ് ആചാരം. ഇറ്റ് ഈസ് ദ കസ്റ്റം. ബ്രിങ് ഹിം ഔട്ട്. നമ്മൾ കരിയർ എന്താണെന്നെല്ലാം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂ ഇയറിന് സ്കേപ്പ് ഗോട്ടായിട്ട് അല്ലെങ്കിൽ കരിയറായിട്ട് അവർ ചൂസ് ചെയ്തത് ഇഫാരയാണ്. വൈ ഡിഡ് യു പിക്ക് ഓൺ എ ഹെൽപ്ലെസ് ബോയ്? ഇമാൻ ചോദിക്കുകയാണ്, ഈ ഒരു പാവപ്പെട്ട പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണോ നിങ്ങൾ കരിയറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അപ്പോൾ അതിന് അവർ കൊടുക്കുന്ന മറുപടി എന്ന് വെച്ചാൽ, വി ഓൺലി യൂസ് സ്ട്രേഞ്ചേഴ്സ്. ഈ ഗ്രാമത്തിന് പുറത്തുള്ള ആൾക്കാരെ മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇവർ സാക്രിഫൈസ് കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ കരിയറായിട്ട് തിരഞ്ഞെടുക്കാറുള്ളൂ. സ്വയം തയ്യാറായിട്ട് വരുന്ന ഒരാളെ മാത്രമേ കരിയറായിട്ട് ചൂസ് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ ഇമാൻ ചോദിക്കുകയാണ്, അങ്ങനെയല്ല വേണ്ടത്. ലുക്ക് അറ്റ് ദിസ് ബോയ്, ഹീ ഈസ് ക്രൈയിങ്, ഒബ്വിയസ്ലി ഹീ ഈസ് നോട്ട് വില്ലിങ്. ഓരോക്കെയും ജഗൂനെയും അതൊന്നും കേൾക്കുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ന്യായങ്ങൾ പറയുന്നുണ്ട്. സംസാരം വല്ലാത്ത രീതിയിൽ വഷളാവുന്നു. എ വില്ലേജ് വിച്ച് കനോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ കരിയർ കണ്ടെയ്ൻസ് നോ മാൻ. സ്വന്തമായ ഒരു വില്ലിങ് കരിയറിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഗ്രാമം എന്ന് വെച്ചാൽ അതിനർത്ഥം ആ ഗ്രാമത്തിൽ നല്ല ആണുങ്ങളില്ല എന്നാണെന്ന് ഇമാൻ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ സ്വയം സമ്മതം മൂളി മുൻപിലേക്ക് വരണം, ഞാൻ കരിയർ ആവാം എന്നും പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഒരാളെ തട്ടിക്കൊണ്ട് പോയി കരിയറാക്കുന്ന പരിപാടി ആണുങ്ങൾക്ക് ചേർന്നതല്ല എന്നാണ് ഇമാൻ ഉദ്ദേശിക്കുന്നത്. ഇമാന് അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ജഗൂന മറുപടി കൊടുക്കുന്നു. It is so easy to talk. You say there are no men in this village because they cannot provide a willing career. And yet you heard Oroge tell you we only use strangers. There is only one other stranger in this village. But I have not heard him offer himself. സംസാരിക്കാൻ എളുപ്പമാണ്. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സിനെ മാത്രമേ കരിയറായിട്ട് ഉപയോഗിക്കൂ എന്ന് ഒരോഗ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? ഈ ഗ്രാമത്തിൽ ഇഫാഡയെ കൂടാതെ ഒരു സ്ട്രേഞ്ചറും കൂടിയേ ഉള്ളൂ.
പക്ഷെ അയാൾ സ്വയം തയ്യാറായിട്ട് മുൻപിലേക്ക് വരുന്നത് ആരും ഇതുവരെ കണ്ടില്ല. ഇത്രയും പറഞ്ഞ് ജഗൂന കാർക്കിച്ച് തുപ്പാണ് പുച്ഛത്തോടെ. ഇഫാഡ റിട്ടേൺസ്. ക്ലിനിക്കിൻ്റെ മുൻവശം. ദേ ഹാവ് സെറ്റ് ഇഫാഡ ഫ്രീ. വളരെ അവശനായിട്ട്, അതിലുപരി സങ്കടത്തോടെ ഇഫാഡ തിരികെ നടക്കുന്നു. സുൻമ ഓൾസോ റിട്ടേൺസ് ആൻഡ് ഫൈൻസ് ഇഫാഡ. സുൻമയ്ക്ക് ഇഫാഡയെ കാണുമ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്. ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇമാൻ ഓഫേർഡ് ഹിംസെൽഫ് ടു ബിക്കം ദ കരിയർ ഇൻ ഓർഡർ ടു സേവ് ഇഫാഡ. അപ്പോൾ ഇഫാഡയെ രക്ഷിക്കാനായിട്ട് ഇമാൻ സ്വയം കരിയർ ആവാൻ സമ്മതിച്ചു. ആൻഡ് സുൻമ ആസ്ക് ഇഫാഡ ടു ടേക്ക് ഹെർ ടു ദാറ്റ് പ്ലേസ്. രണ്ടുപേരും കൂടി ഇമാനെ കരിയറായിട്ട് ഒരുക്കുന്ന ആ സ്ഥലത്തേക്ക് നടക്കുന്നു. ഇമാൻ ദ കരിയർ. ഈ ഒരു സീനിൽ നമ്മൾ ഇമാനെ കരിയറിൻ്റെ വേഷത്തിലാണ് കാണുന്നത്. മുൻപ് കണ്ടതുപോലെയല്ല, അവർ ഇമാനെ കരിയറായിട്ട് ഒരുക്കി കഴിഞ്ഞു. പക്ഷേ ഇമാൻ മനസ്സിലായി താൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും കടുപ്പമാണ് കരിയർ ആവുക എന്ന് വെച്ചാൽ. ആൻഡ് ഹീ ഫ്ലീസ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ദ വില്ലേജേഴ്സിൻ്റെ അടുത്തുനിന്ന് ഇമാൻ രക്ഷപ്പെടുകയാണ്. ഇനി കുറച്ചു നേരം നമ്മൾ ചേസിങ് ആണ് കാണുന്നത്. ഇമാനെ പിടിക്കാനായിട്ട് ജഗൂനിയും ഒരോഗയും ബാക്കി നാട്ടുകാരും നടക്കുകയാണ്. ഓട്ടത്തിനിടയിൽ ഇമാൻ ഫീൽസ് ടേസ്റ്റി. ദാഹിക്കുകയാണ്. വെള്ളം തിരഞ്ഞ് നടക്കുന്നതിനിടയ്ക്ക് തൻ്റെ മുൻപിലായിട്ട് ഇമാൻ ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ ഇതാണ് അടുത്ത സീൻ. ഇതിന് നമുക്ക് ഫ്ലാഷ് ബാക്ക് എന്നോ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഫ്ലാഷ് ബാക്ക് ആണ് ആക്ച്വലി. അനദർ വില്ലേജ്. മറ്റൊരു ഗ്രാമമാണ്. ആൻ ഓൾഡ് മാൻ ഈസ് സീറ്റഡ് ഓൺ എ സ്റ്റൂൾ. ഹി അപ്പിയേഴ്സ് സിമിലർ ലൈക്ക് ഇമാൻ. കാണാനായാലും ഇപ്പോഴത്തെ അപ്പിയറൻസിൻ്റെ കാര്യത്തിലായാലും അയാളും കരിയറിനെ പോലെ ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അറ്റൻഡൻറ്റും ഉണ്ട്. ഈ അറ്റൻഡൻറ്റുമായിട്ട് തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ഓൾഡ് മാൻ. അവർ രണ്ടുപേർക്കിടയിലേക്ക് ഇമാൻ വരുന്നു മറ്റൊരു വേഷത്തിൽ. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ഫ്ലാഷ് ബാക്ക് സീൻ. ആൻഡ് ദിസ് ഓൾഡ് മാൻ ഈസ് ആക്ച്വലി ഇമാൻസ് ഫാദർ. നമ്മളിനി കാണുന്നത് ഇമാൻ്റെ പാസ്റ്റാണ്. ഇമാൻ ആക്ച്വലി ബിലോങ്സ് ടു എ ഫാമിലി ഓഫ് കരിയേഴ്സ്. ഇമാൻ്റെ ഗ്രാമത്തിൽ പരമ്പരാഗതമായിട്ട് കരിയേഴ്സ് ആവുന്നത് അയാളുടെ കുടുംബാംഗങ്ങളാണ്. തൻ്റെ പിതാവാണ് ഇത്രയും നാൾ കരിയറാവുക എന്ന ഭാരം സഹിച്ചത്. പിതാവിൻ്റെ കാലശേഷം താനാണ് ആ ഭാരം ചുമക്കേണ്ടതെന്ന തിരിച്ചറിവാണ് ഇമാനെ ആ നാട്ടിൽ നിന്നും ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത്. കരിയറാവുക അല്ലെങ്കിൽ കരിയർ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിനൊടുവിലാണ് ഇമാൻ സുൻമയുടെ വില്ലേജിൽ എത്തുന്നത്. നമുക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമുക്കിനി സീനിലേക്ക് വരാം. ഇത് കരിയറായിട്ടുള്ള തൻ്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് ഫാദർ വളരെ ഇമോഷണലായിട്ട് ഇമാനോട് പറയുന്നു. ഇമാനോട് അതിനു മുൻപ് അവസാനമായിട്ട് അയാൾ ചോദിക്കുകയാണ്, വുഡ് യു ടേക്ക് മൈ പ്ലേസ് ആസ് ദ കരിയർ? ഇമാൻ മറുപടി കൊടുക്കുന്നു, എനിക്ക് കഴിയില്ല. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും പോവുകയാണ്. I will never come back. Ours is a strong breed, my son. It is only a strong breed that can take this boat to the river year after year and wax stronger on it. I have taken down each year's evil for over 20 years. I hoped you would follow me. ഇവരുടെ ഗ്രാമത്തിലെ ആചാരപ്രകാരം കരിയറിന് ഒരു ചെറിയ ബോട്ട് നിർമ്മിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ബോട്ട്. അപ്പോൾ അതിൽ കയറി നദിയിൽ പോവുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു കാര്യമായിരിക്കണം. ദാറ്റ്സ് വൈ ദ ഓൾഡ് മാൻ സെയ്സ് ഓൺലി എ സ്ട്രോങ് ബ്രീഡ് ക്യാൻ ടേക്ക് ദാറ്റ് ബോട്ട് ടു ദ റിവർ ആൻഡ് വാക്സ് ഓൺ ഇറ്റ്. നമ്മുടെ വംശം അതിനുള്ള ശക്തിയുള്ള ഒരേ ഒരു വംശമാണ്. നമുക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാനാണ് ഈ ഗ്രാമത്തിനെ ദോഷങ്ങളിൽ നിന്നും രക്ഷിച്ചത്. എനിക്ക് ശേഷം നീയും ആ ഒരു കാര്യം നിറവേറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷേ തന്നെക്കൊണ്ട് അതിനെന്തായാലും സാധിക്കില്ല എന്ന് അച്ഛനോട് ഇമാൻ പറയുകയാണ്. ഇമാൻ പറയുന്നു, മൈ ലൈഫ് ഹിയർ ഡൈഡ് വിത്ത് ഒമേയ്. ഒമേയ് വാസ് ഹിസ് വൈഫ് ആൻഡ് ഷീ ഡൈഡ് വൈൽ ഗിവിങ് ബർത്ത് ടു ഇമാൻസ് ചൈൽഡ്. തൻ്റെ ഭാര്യ മരിച്ച ആ ഒരു കാര്യം പറയുമ്പോൾ പിതാവ് പറയുന്നു,
നോ വുമൻ സർവൈവ്സ് ദ ബീറിംഗ് ഓഫ് ദ സ്ട്രോങ് വൺസ്. ഈ ഒരു വംശത്തിൽ ആൺകുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ അമ്മമാർ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യാറില്ല എന്നുള്ള കാര്യവും നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്ട്രോങ് ബ്രീഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇമാൻ്റെ ഒരു ഫാമിലി, അല്ലെങ്കിൽ ഇമാൻ്റെ ഒരു വംശം എന്ന് പറയുന്നത് വല്ലാതെ ശാപം പിടിച്ച ഒരു വംശമാണ്. ഒന്ന്, കരിയർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റി. ചിലപ്പോൾ സ്വന്തം നാട്ടിൽ അവരെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കണ്ട പോലത്തെ ബാക്കി ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടി മറ്റൊരു വില്ലേജിലെത്തിയ വ്യക്തിയായിരുന്നു നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് ഇമാൻ. ഏറ്റവും ഒടുവിൽ തൻ്റെ പിതാവ് തന്നെ കരിയർ ആവാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇമാൻ കൊടുത്ത മറുപടി ഇതാണ്: ഐ ആം അൺഫിറ്റഡ് ഫോർ യുവർ വർക്ക് ഫാദർ. ഐ ആം അൺഫിറ്റഡ് ഫോർ യുവർ വർക്ക്. അതിന് തൻ്റെ പിതാവ് കൊടുത്ത മറുപടി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൺലി ടൈം യു നീഡ് സൺ. സ്റ്റേ ലോങ്ങർ ആൻഡ് യു വിൽ ആൻസർ ദ അർജ് ഓഫ് യുവർ ബ്ലഡ്. യുവർ ബ്ലഡ് വിൽ ബീട്രേ യു സൺ. നീ എത്രയൊക്കെ ഒളിച്ചോടാൻ ശ്രമിച്ചാലും ഒടുവിൽ നീ നിൻ്റെ ഡെസ്റ്റിനിയിൽ വന്നു ചേരും. യുവർ ബ്ലഡ് വിൽ ബീട്രേ യു. അത് അങ്ങനെ തന്നെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. കരിയറായി ജീവിതം നശിക്കാതിരിക്കാനാണ് ഇമാൻ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടിയത്. എന്നാൽ മറ്റൊരു ഗ്രാമത്തിൽ താൻ എന്തിൽ നിന്നാണ് ഒളിച്ചോടിയത് അതിൽ തന്നെ ഇമാൻ അറിയാതെ എത്തിച്ചേരുകയാണ് ചെയ്തത്. അടുത്ത സെക്ഷൻ നോക്കാം. സന്മ കോൺഫറൻസ് ജഗുന. അപ്പോൾ സന്മയും ഇഫാരയും കൂടി ഇമാൻ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ദേ മീറ്റ് ജഗുന. ജഗുനെ കണ്ടപാട് തന്നെ സന്മ ഭയങ്കരമായിട്ടും വയലൻ്റായി തൻ്റെ അച്ഛനെ അറ്റാക്ക് ചെയ്യുകയാണ്. ജഗുന ഓൾസോ റിയാക്ട്സ് വയലൻ്റ്ലി. ഹീ സ്ട്രൈക്സ് ഹർ സോ ഹാർഡ്. താഴെ പിടിച്ച് തള്ളുന്നു, മർദ്ദിക്കുന്നുണ്ട്. ആൻഡ് ഹി എവൻ കോൾസ് ഹർ ഹാർലറ്റ്. വീണ്ടും മർദ്ദിക്കാൻ തുടങ്ങുമ്പോൾ ഒരോഗെ ഇൻ്റർവീൻസ്. ഒരോഗയാണ് പിടിച്ചു മാറ്റുന്നത്. ഫ്ലാഷ് ബാക്ക് ടു ടീനേജ്. മറ്റൊരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അപ്പോൾ ഈ ഒരു സീനിൽ നമ്മൾ കാണുന്നത് ഒമേയ് 14 years ഓൾഡ്. ഇമാനോ ഉണ്ട്, ബട്ട് ആസ് എ ബോയ് ഓഫ് ഓൾമോസ്റ്റ് ദ സെയിം ഏജ്. അപ്പോൾ ദേ ഹാവ് എ കസ്റ്റം. വെൻ ദ ബോയ്സ് റീച്ച് പുബർട്ടി ദേ വിൽ ബി സെൻറ്റ് ടു എ ട്രെയിനർ ഓർ എ ട്യൂട്ടർ. ഗുരുകുലം പോലെയുള്ളൊരു സെറ്റപ്പാണ്. ദേ വിൽ ബി ഗിവൻ പ്രോപ്പർ മൗൾഡിങ് ആൻഡ് ഓൾസോ ദേ വിൽ ഗെറ്റ് സർക്കംസൈസ്ഡ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കസ്റ്റം ആക്ച്വലി. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇമാൻ ഒരു ട്യൂട്ടറിൻ്റെ അടുത്താണ് ഈ ഒരു സീൻ നടക്കുമ്പോൾ ഉള്ളത്. അവിടേക്ക് രഹസ്യമായിട്ട് ഒമേയ് വരാണ്. അവിടേക്ക് മറ്റാർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വരാനായിട്ട് വിലക്കുണ്ട്. പക്ഷേ അതൊന്നും മാനിക്കാതെ ട്യൂട്ടർ ഇല്ലാത്ത സമയം നോക്കി ഒമേയ് വരികയാണ്. ഇമാന് ഒമയെ കണ്ടിട്ട് ദേഷ്യവും പേടിയൊക്കെയാണ് തോന്നുന്നത്. വേഗത്തിൽ ഒമയെ പറഞ്ഞു വിടാനായിട്ട് ഇമാൻ നോക്കുകയാണ്. ഗോ ബിഫോർ മൈ ട്യൂട്ടർ ക്യാച്ചസ് യു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് ട്യൂട്ടർ വരാണ്. ട്യൂട്ടർ എത്തുന്നു. ഹീ ഈസ് ആക്ച്വലി എ ഫ്ലേർട്ട് ആൻഡ് ഇമോറൽ പേഴ്സൺ ആൻഡ് ഹീ അഡ്വാൻറ്റേജസ്ലി ഹാൻഡിൽസ് ദ സിറ്റുവേഷൻ. ഹീ ഇൻവൈറ്റ്സ് ഹർ ടു ഹിസ് ഹട്ട്. വാഷ് ചെയ്യാൻ ക്ലോത്ത്സ് തരാമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ബട്ട് ഹി ഹാസ് അതർ ഇൻറ്റൻഷൻസ്. And when she hesitates, he takes her by the arm and drags her to his hut. But Iman intervenes at the right moment and saves Omei. ഒമേയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നു. വേണമെങ്കിൽ 2 തല്ലുകൂടി കൊടുക്കായിരുന്നു. ആ ഒരു രീതിയിൽ ഒമേയ് സംസാരിക്കുകയാണ്. അതിനുശേഷം ഇരുവരും അവിടെ നിന്നും പോകുന്ന വഴിക്ക് ഇമാൻ പറയുന്നു, ഐ ആം ഗോയിങ് ഓൺ എ ജേർണി. ഞാൻ ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നോ എപ്പോൾ തിരിച്ചു വരുമെന്നോ ഒന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. സ്റ്റേ ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ആസ് ലോങ് ആസ് യു റിമെമ്പർ മീ. എൻ്റെ ഹട്ടിലേക്ക് പൊക്കോളാം. എൻ്റെ അച്ഛൻ നിന്നെ സ്വന്തം മകളെ പോലെ നോക്കിക്കോളും. നിനക്ക് എന്ന് എന്നെ വേണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇത്രയും പറഞ്ഞ ശേഷം ഇമാൻ പോവുകയാണ്. ഒരു രാത്രിയെങ്കിലും തങ്ങാൻ ആവശ്യപ്പെട്ടിട്ട് കൂടി ഇമാൻ കേൾക്കുന്നില്ല. ഒമേയ് കാലിൽ വീണ് അപേക്ഷിച്ചിട്ട് പോലും ഇമാൻ കേൾക്കുന്നില്ല. അതിനുശേഷം 12 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇമാൻ തിരികെ തൻ്റെ നാട്ടിലെത്തുന്നത്. ഒമേയ് തന്നെ കാത്തിരിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഒമേയ് കാത്തിരുന്നു. ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം
ഉടൻ തന്നെ ഉമായി മരിച്ചു പോവുകയാണ്. ദ കരിയർ മീറ്റ്സ് ദ ഗേൾ. ഇതിനിടയിൽ പലതവണ ജഗുൻ ആൻഡ് ഒരോഗെ നമ്മുടെ ഇമാനെ കാണുന്നുണ്ട്. ബട്ട് വെൻ ദൈ ട്രൈസ് ടു ക്യാച്ച് ഹിം ഹി എസ്കേപ്സ്. അപ്പോൾ വെള്ളം തേടിയുള്ള നടപ്പിൽ ഇമാൻ എത്തുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഔട്ട്കാസ്റ്റ് ഗേളിൻ്റെ അടുത്താണ്. ഇമാൻ ആ പെൺകുട്ടിയെ കാണുമ്പോൾ ആശ്വാസം തോന്നുന്നു. കാരണം പരിചയമുണ്ട്, ഈവനിങ് ക്ലോത്തൊക്കെ കൊടുത്ത് സഹായിച്ചതാണ്. ഇമാൻ കുട്ടിയോട് വെള്ളം ആവശ്യപ്പെടുന്നു. വെള്ളം എടുക്കാൻ പോകുന്ന പെൺകുട്ടി ജഗുവിനെ വിവരം അറിയിക്കുന്നു. അവിടേക്ക് ഉടൻ തന്നെ ജഗുവിനെയും ഒരോഗയും എത്തുന്നു. പക്ഷേ അവരെ കാണുന്ന മാത്രമേ തന്നെ ഇമാൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇമാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അവർ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. ഹി ആസ്ക് മീ ഫോർ എ ഡ്രിങ്ക് ഓഫ് വാട്ടർ. അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും സന്തോഷമാവുന്നു. അവരെന്തോ ഒരു പ്ലാൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഫ്ലാഷ് ബാക്ക് 3 ഫ്യൂണറൽ. രക്ഷപ്പെട്ട് ഓടുന്നിടയ്ക്ക് ഇമാൻ മറ്റൊരു കാഴ്ച കാണുന്നു. ഫ്ലാഷ് ബാക്കാണ്. ഒമയുടെ ഫ്യൂണറലാണ്. ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രീസ്റ്റ് എല്ലാം ഉണ്ട്. പ്രീസ്റ്റ് അടുത്ത് വന്ന് ഇമാനെ കൺസോൾ ചെയ്യുകയാണ്. കുറച്ച് മാറി ഇമാൻ്റെ അച്ഛനും നിൽക്കുന്നുണ്ട്. കയ്യിൽ ഇമാൻ്റെ കുഞ്ഞുണ്ട്. ഇമാൻ പ്രീസ്റ്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ടു ഗോ ആൻഡ് കൺസോൾ ഹീസ് ഫാദർ. ഇനിയിപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് സ്ട്രീമിലേക്ക് തന്നെ പോകാമെന്ന് ഇമാൻ വിചാരിക്കുകയാണ്. ഈ സാക്രിട്രീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാട് പോലത്തെ സ്ഥലമാണ്. നദിയിലേക്ക് സാക്രിട്രീസ് വഴി വേണം പോകാനായിട്ട്. അപ്പോൾ ഈ സാക്രിട്രീസിൻ്റെ ഉള്ളിലായിട്ട് ഒരോഗയും ജഗുനയും ഇപ്പോൾ ഉണ്ട്. അവർ സംസാരിക്കുകയാണ്, പരസ്പരം പറയുന്നു. ഓൾ ദ വെൽസ് ആർ ഗാർഡഡ്. എല്ലാ കിണറുകളും നമ്മൾ അടച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇമാൻ ഇനി വെള്ളം വേണമെങ്കിൽ ഇതുവഴി വേണം വരാനായിട്ട്. ദ ആനിമൽ മസ്റ്റ് കം ടു ഡ്രിങ്ക് ആൻഡ് ദേ സെറ്റ് എ ട്രാപ്പ് ടു ക്യാച്ച് ഹിം. നമ്മൾ ഈ വാരിക്കുഴി എന്നൊക്കെ പറയും പോലെ ഇമാനെ ക്യാച്ച് ചെയ്യാനായിട്ട് അവരൊരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ് ഈ സാക്രിട്രീസിൽ, ഈ നദിയിലേക്കുള്ള പാതയിൽ. ദ ലാസ്റ്റ് ചാൻസ്. ഇമാൻ വെള്ളം തേടി നദിയിലേക്ക് നടക്കുകയാണ്. കൃത്യമായിട്ട് വഴിയൊന്നും അറിയില്ല. സാക്രിട്രീസിലൂടെ നടക്കുകയാണ്. ആൻഡ് ഓൺ ദ വേ ഇമാൻ മീറ്റ്സ് ഹിസ് ഫാദർ ക്യാരിയിങ് ദ ഡാർക്ക് ബോട്ട്. ഒരു ഹാലൂസിനേഷൻ പോലെയാണ് ഈ ഒരു സീൻ. കരിയറിൻ്റെ വേഷത്തിലാണ് ഇമാൻ്റെ ഫാദർ. പുള്ളി തൻ്റെ അവസാനത്തെ യാത്രയിലേക്കാണ്, റിവറിലേക്കാണ് അദ്ദേഹവും പോകുന്നത്. ഇമാനെ കണ്ടു നടിക്കാതെ അയാൾ നടക്കുന്നു. ഇമാനാണെങ്കിൽ പിന്നാലെ നടക്കുന്നു. അയാളുടെ അടുത്തെത്താൻ ശ്രമിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ഫാദറിൻ്റെ അടുത്ത് പുള്ളി അപേക്ഷിക്കുകയാണ്. പക്ഷേ ഫാദർ ഇമാനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. വേഗത്തിൽ നടക്കുന്നു. വീണ്ടും ഇദ്ദേഹം യാചിക്കുമ്പോൾ ഫാദർ പറയുന്നു, യു ആർ കമ്മിങ് ടു ക്ലോസ്. ഡോണ്ട് യു നോ വാട്ട് ഐ ക്യാരി ഓൺ മൈ ഹെഡ്. നീ വല്ലാതെ എൻ്റെ അടുത്തേക്ക് വരാണ്. നിനക്കറിയില്ല ഞാൻ എന്താണ് ചുമക്കുന്നതെന്ന്. ഈ ഒരു വരിക്ക് മറ്റൊരു മീനിങ് അല്ലെങ്കിൽ മറ്റൊരു ലെയർ ഓഫ് മീനിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഇമാൻ്റെ പിതാവ് പറയാണ്, യു ആർ കമ്മിങ് ടു ക്ലോസ്. നീ ഒരുപാട് എൻ്റെ അടുത്തേക്ക് വരാണ്. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയാണ്. മരണത്തിലേക്കാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇമാനും എന്താണ് ഏകദേശം തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇമാനും നടക്കുന്നത് എവിടേക്കാണ്? മരണത്തിലേക്കാണ്. അപ്പോൾ ആ ഒരു വാർണിംഗ് എന്താണ് ഈ ഒരു വാചകങ്ങളിലുണ്ട്. യു ആർ കമ്മിങ് ടു ക്ലോസ്. ഇഫ് യു ഫോളോ മീ യു വിൽ ഓൾസോ ഡൈ. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇമാന് അത് മനസ്സിലാവുന്നില്ല. ഇമാൻ പറയുന്നു എന്താണ്, അച്ഛാ ഞാനും നദിയിലേക്കാണ്, വല്ലാതെ ദാഹിക്കുന്നു, വഴിയും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇമാൻ അദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഗോ ബാക്ക് മൈ സൺ, വി കനോട്ട് ഗീവ് ദ ടു ഓഫ് അസ്. ഹി അഡ്വൈസസ് ഇമാൻ ടു ടേക്ക് അനദർ വേ ടു ദ സ്ട്രീം. സ്ട്രീമിലേക്ക് പോകാനായിട്ട് മറ്റൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. ബട്ട് ഇമാൻ ഡസൻറ്റ് ഒബേ. പിതാവിൻ്റെ ഒപ്പം തന്നെ പോകാനായിട്ട് തുടങ്ങുന്നു. ഇത് കണ്ട് പിതാവ് വേഗത്തിൽ ഓടാൻ ആരംഭിക്കുന്നു. തൊട്ടു പിന്നാലെ ഇമാനും. ഹി കോൾസ്, വെയിറ്റ് ഫാദർ, ഐ ആം കമ്മിങ് വിത്ത് യു, വെയിറ്റ് ഫോർ മീ ഫാദർ.
ഇമാൻ്റെ അവസാനത്തെ വാചകങ്ങളാണ്. തൻ്റെ പിതാവിനെ പിന്തുടരുമ്പോൾ ജഗുവിനെയും ഒരോഗയും സെറ്റ് ചെയ്ത ആ ട്രാപ്പിൽ അദ്ദേഹം കാലെടുത്ത് വെച്ച് വീഴാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഇമാനെ പിടികൂടുന്നു. കരിയറായിട്ട് സാക്രിഫൈസ് കൊടുക്കുകയാണ്. ഇമാൻ ഈസ് ഡെഡ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് സുൻമ ആ ഒരു രാത്രി അവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് ഇമാനോട് പറഞ്ഞത്. ഇമാൻ ആക്ച്വലി 2 ചാൻസസ് ഉണ്ടായിരുന്നു ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ഒന്ന്, സുൻമ പറയുന്നതനുസരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. രണ്ടാമത്, തൻ്റെ പിതാവ് സ്ട്രീമിലേക്ക് മറ്റൊരു വഴി കാണിച്ചു കൊടുത്തിട്ടും അദ്ദേഹം അത് ഫോളോ ചെയ്യുന്നില്ല, പകരം തൻ്റെ പിതാവിനൊപ്പം പോവാണ്. ഇമാൻ്റെ സാക്രിഫൈസിന് ശേഷം ഇഫാരയും സന്മയും ഇമാൻ്റെ വീടിന് മുമ്പിലേക്ക് എത്താണ്. അവിടെ തൂങ്ങിക്കിടക്കുന്ന എഫീജി കണ്ട് സിൻമ പെട്ടെന്ന് ഭയപ്പെടുന്നു. ഉടൻ തന്നെ ഇഫാര tears that effigy which represents the superstitions. ഒപ്പം തന്നെ ബാക്കി വില്ലേജേഴ്സും സാക്രിഫൈസ് കഴിഞ്ഞ് തിരികെ നടക്കാണ്. ദേ ഹാവ് എ സബ്ഡ്യൂഡ് ആൻഡ് ഗിൽറ്റി ലുക്ക്. എല്ലാവരുടെയും മുഖത്ത് ഒരു അതൃപ്തിയും വല്ലാത്ത കുറ്റബോധവും എല്ലാം പ്രകടമായി കാണാം. ആർക്കും ഒരു സന്തോഷമില്ല. ജഗുനയും ഒരോഗയും എത്തുന്നു. സിനിമ കാണാതെ നടക്കാനായിട്ട് ജഗുന ശ്രദ്ധിക്കുകയാണ്. ആൻഡ് ബോത്ത് ഓഫ് ദം കംപ്ലൈൻസ് അബൌട്ട് ദ നാച്ചർ ഓഫ് ദ വില്ലേജേഴ്സ്. We did it for them. It was all for their common good. What did it benefit me whether the man lived or died? നമ്മൾ എത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ആർക്കും അതിൻ്റെ സ്മരണയില്ല, നമുക്കൊരു പരിഗണനയും തരുന്നില്ല. ജഗൂന പറയുന്നു, there are those who will pay for this night's work. There are those who will pay for this night's work. There is irony in this dialogue. എല്ലാം ചെയ്തതിന് ശേഷം ജഗൂന തന്നെയാണ് ഇത് പറയുന്നത്. ഇതിനൊക്കെ ചിലർ അനുഭവിക്കും. ആരാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. ജഗൂനയും ഒരോഗയും ആവാം. കാരണം അവരാണ് ഇമാൻ്റെ മരണത്തിന് പ്രധാന ഉത്തരവാദികൾ. ചിലപ്പോൾ ആ ഗ്രാമത്തിലെ ബാക്കിയുള്ളവരായിരിക്കാം. എന്തായാലും ഇമാൻ്റെ മരണം ആർക്കും സന്തോഷം നൽകുന്നില്ല, സംതൃപ്തി നൽകുന്നില്ല. അത് ഈ ഡയലോഗ്സിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതുവഴി സ്വയിങ്ക എടുത്തു കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ദ മീനിങ്ലെസ്നെസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് സൂപ്പർസ്റ്റിഷൻസ്.